എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളിച്ചോറ് തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞതൊരു 20 മിനിറ്റോളം നമുക്കൊന്ന് കുതിർക്കുവാൻ വേണ്ടി ഇടാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. ഞാനിവിടെ വലിയ 3 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അതുകൂടാതെ ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇതുകൂടാതെ ബാക്കി ചേരുവകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ കാണാം. നമ്മൾ കുതിർക്കുവാനിട്ടിരുന്ന അരി അല്പം ഉപ്പ് കൂടിയിട്ട് വേവിച്ച് അധികം വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഡ്രെയിൻ ചെയ്ത് തണുക്കുവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുമ്പോൾ മസാലയുടെ കൂടെ റൈസ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് 90% വേവ് ആകുന്നതിന് മുമ്പ് തന്നെ ഇത് ഊറ്റി എടുക്കേണ്ടതാണ്. അല്പം വലുപ്പമുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, 2 വറ്റൽമുളക് 2ആയി മുറിച്ചത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എടുത്തിരുന്ന 4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് എടുത്തു വെച്ചിരുന്നത് അതും ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില. അടുത്തതായി നമ്മൾ എടുത്തിരുന്ന മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ 3 വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തിരുന്നത്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി കുറച്ചൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഈ 3 ചേരുവകൾ ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി വഴറ്റാം. അടുത്തതായി തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടിപ്പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. പാത്രം തുറന്നതിന് ശേഷം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിളക്കുവാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്ത ചോറാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസിൻ്റെ ചോറ് തന്നെ ആകാവൂ എന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും അരിയുടെ ചോറാണെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചോറും മസാലയും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിച്ചോറ് തയ്യാറാക്കുവാൻ വളരെ എളുപ്പമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കഴിക്കുവാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വേറെ കറിയോ കൂട്ടാനോ ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു പപ്പടമോ അല്പം തൈര് സലാഡോ ഉണ്ടെങ്കിൽ അതുതന്നെ ഇതിന് ധാരാളമാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ലേശം ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു.
അടുത്തതായി മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചോറിൽ ഈ മസാല നല്ലപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടപ്പ് തുറന്നതിന് ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ റൈസ് ഈവൻ കുക്കിംഗ് പഠിക്കുന്നവർക്ക് പോലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തന്നെയുമല്ല രാവിലെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളിച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇന്നത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷായ ടൊമാറ്റോ റൈസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർ തുടർന്ന് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.